പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണോ മണി മാനിഫെസ്റ്റേഷൻ? പണം നമ്മൾ അധികം ആഗ്രഹിക്കാൻ പാടില്ല. കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പണം മതി, നമ്മൾ അധികം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പണം ഉള്ളവരൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളവരാണ്. പണത്തിനല്ലടാ സ്നേഹത്തിന് ഇതൊക്കെ കേട്ടിട്ടാ വളർന്നത്. പക്ഷെ പണത്തിന് പണം വേണം. പണമില്ലെങ്കിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഇല്ല, ഞാൻ എത്രയോ പരിശ്രമിച്ചു, എനിക്ക് വരുന്നു, ഇനി വരുന്നൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വിശ്വാസമാണെങ്കിൽ വർക്ക് ചെയ്യില്ല. പണം സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇതിനെല്ലാം പണം വേണം. പണം വേണം, വേണം, പണം ഉറപ്പായിട്ടും വേണം. കാരണം ഞാനിപ്പോ സിനിമ ചെയ്യണമെങ്കിൽ എപ്പോ വേണം? ഉടനെ വേണം. 1 കോടി രൂപ കിട്ടും, അപ്പോഴും വിചാരിക്കും കിട്ടേണ്ടതാ, ഇപ്പൊ വേണ്ട. ആ ഒരു കാര്യം, പണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് നമുക്ക് ഓൾറെഡി ഉള്ളതായിട്ട് ഭാവിക്കാൻ പറ്റുമോ? അത് പറ്റും. എങ്ങനെ ഭാവിക്കും? നിത്യാഭ്യാസി ആന എടുക്കുന്നൊരു ചൊല്ലാണ്. നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണോ കോഴ്സിന് വന്നത് അതെനിക്ക് സാധിച്ചു. ഞാൻ ചോദിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞില്ല മാഡത്തോട് എനിക്ക് 30 ലക്ഷം കടം ഉണ്ടായിരുന്നു. അതെനിക്കിപ്പം മണി മാനിഫെസ്റ്റേഷൻ പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണോ മണി മാനിഫെസ്റ്റേഷൻ? പണം ഉണ്ടാക്കൽ എളുപ്പ വഴിയാണോ എന്ന് ചോദിച്ചാൽ നമ്മളതിലൊരു ആക്ഷൻ കൂടി എടുക്കണം. അതെ, ചില യൂട്യൂബ് ചാനലുകളുടെ തമ്പനയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് പഠിച്ചാൽ പണം ഇങ്ങനെ ഒഴുകി വരികയാണ്, നമ്മൾ വെറുതെ ഇരുന്നത് കേരള സർക്കാരിന്റെ ലോട്ടറി അടിക്കുന്ന പോലാണെന്ന്. അതെ, നമ്മളെല്ലാവരും പണക്കാരായി. എന്റെ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. മണി മാനിഫെസ്റ്റേഷൻ പറയുമ്പം അവിടെയും മണി ബ്ലോക്കേജിനെ കുറിച്ച് പറയണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ പാരൻസിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്നായിക്കോട്ടെ, പണം നമ്മൾ അധികം ആഗ്രഹിക്കാൻ പാടില്ല. കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പണം മതി, നമ്മൾ അധികം ആഗ്രഹിക്കരുത്. അല്ലെങ്കിൽ പണം ഉള്ളവരൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളവരാണ്. ഇതൊക്കെ കേട്ടിട്ടാണ് വളർന്നത്. പണത്തിനല്ലടാ സ്നേഹത്തിന്. ഇതൊക്കെ കേട്ടിട്ടാണ് വളർന്നത്. പക്ഷെ പണത്തിന് പണം വേണം. പണമില്ലെങ്കിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഇല്ല. അപ്പം നമ്മൾ ഇതിങ്ങനെ കേട്ട് നമുക്കവിടെ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടുകയാണ്. പണം നമ്മളധികം ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളധികം ആഗ്രഹിച്ചാൽ നമ്മളിലേക്ക് വരില്ല. കാരണം പണമുള്ളവരൊക്കെ എന്തോ ഒരു മോശപ്പെട്ട രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ അതല്ല, പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്. പക്ഷേ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് എന്താണ് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും, മാഡം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പണം നമ്മളധികം ആഗ്രഹിക്കാൻ പാടില്ല, പണം എന്തോ വലിയൊരു അധികം പണമുള്ളവർ വലിയ എന്തോ ഒരു മോശപ്പെട്ടവരാണ്, അങ്ങനെയൊക്കെയാണ് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളെ ബിലീഫ് എന്താണ്? പണം നിങ്ങളേക്ക് വരുമോ? ഞാൻ എത്രയോ പരിശ്രമിച്ചു, എനിക്ക് വരുന്നു, ഇനി വരുന്നൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വിശ്വാസമാണെങ്കിൽ വർക്ക് ചെയ്യില്ല. ലോ ഓഫ് അട്രാക്ഷൻ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒന്നും അറിയില്ല സാധാരണ ഒരാൾ, ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ പോകുന്ന കാര്യം, ഇത് ഞാൻ നേടിയെടുക്കും, ഇതെനിക്ക് സാധിക്കും എന്ന ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായാൽ മതി. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പം എൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം കുത്തിയിരുന്ന് ആലോചിച്ചൊരു വിഷയം. എനിക്ക് ഈ മാസം 10 ലക്ഷം രൂപയുടെ ആവശ്യം. 10 ലക്ഷം രൂപ ആവശ്യമാണ്, അതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ആ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വരും. കടം വാങ്ങിയിട്ടല്ല, അല്ലാണ്ട് വരും. ഞാൻ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അത് വരും. എല്ലാ മാസവും ഞാൻ ബാക്ക് മീഡിയ ഇതിൻ്റെ അനുബന്ധിച്ച സ്ഥാപനങ്ങൾ, ഓഫീസ്, സാലറി, റെന്റ്, ഇതെല്ലാം കൂടി ഒരു നല്ല എമൗണ്ട് വേണം ഒരു മാസം. അത് പോകുന്നുണ്ട്, കടമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ, നമ്മുടെ സേവിങ്സിൽ എൻ്റെ ചിലവ് നടന്നു പോകുന്നു. എൻ്റെ വണ്ടികളുടെ CC അടയ്ക്കുന്നു, രാവിലെ പെട്രോൾ അടിക്കുന്നു, ഡെയിലി ഒരു 12,000 രൂപ എനിക്ക് അല്ലാതെ തന്നെ ചിലവ് വരും. ഇതെല്ലാം നടന്നു പോകുന്നുണ്ട് എന്നല്ലാണ്ട് ഇതെടുത്തത് നാളെ ഒരു പ്രശ്നം വന്നാൽ ഇത് അവിടെ കിടക്കട്ടെ, FD അങ്ങനെ ഇടാനില്ല. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, എല്ലാ മാസവും എനിക്ക് 10-15 ലക്ഷം രൂപ വേണ്ട. പക്ഷെ ഇത് വരേണ്ട മാസങ്ങളിൽ എനിക്ക് വരുന്നുണ്ട്, മറ്റുള്ള മാസങ്ങളിൽ എന്തുകൊണ്ട് വരുന്നില്ല? എന്റെ പ്രശ്നം ഞാൻ ചോദിക്കണം, അതിനെന്താണ് സൊല്യൂഷൻ? എന്താണ് താങ്കൾക്ക് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? പണം വേണം. പണമില്ലാതെ ഒന്നിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ ഒരുപാട് ബാക്കി കിടക്കല്ലേ, ഇതിനെല്ലാം പണം വേണം. ആ ആഗ്രഹം താങ്കൾ ആഗ്രഹിക്കുമ്പോൾ ഫ്യൂച്ചറിലാണോ ആഗ്രഹിക്കുന്നത്, പ്രസന്റിലാണോ ആഗ്രഹിക്കുന്നത്? അടുത്ത സമയങ്ങളിൽ ഫ്യൂച്ചറാണ്, പക്ഷെ ഒരുപാട് അങ്ങോട്ട് പോകാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എന്റെ മനസ്സിലുള്ളൊരു സംഭവമാണ്. ഇപ്പം ഞാൻ രാവിലെയും നമ്മുടെ കോളേജിൽ പഠിച്ച വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്, സിനിമ മോഹവുമായി പഠിക്കാൻ പോയതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഇതൊരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചൊരു തമാശയായിട്ടൊക്കെ ചെയ്ത ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ കളിയായി കൊണ്ടിരുന്നോ, അടുത്ത വർഷം എൻ്റെ പടം വരും. എൻ്റെ ആഗ്രഹമാണ്, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അണിയറയിൽ നീക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂരിരിക്കുന്ന കണ്ണൂർ യാത്ര പോലും അതിൻ്റെ ഒരു പങ്ക് അതിൻ്റെ ഭാഗമാണ്. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഹോട്ടലിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ സുഹൃത്ത് രാമേശ്വരനാണ്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നല്ല സ്ഥലമാണ്, ഗ്രീൻ പ്ലാനറ്റ് ഹോട്ടൽ, മട്ടന്നൂർ. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇവിടെ നല്ല മാനേജ്മെന്റ്, നല്ല ആംബിയൻസ്, കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനം, ഇതിലിവിടെ റിസപ്ഷനിലിരിക്കുന്ന ഒരു ഫോട്ടോയാണ്.
അതായത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 കഥകളിൽ എനിക്കൊരു ഫോട്ടോ വേണമായിരുന്നു ഒരു തെയ്യത്തിന് വേണം. അത് ഏത് പടം എന്ന് എൻ്റെ മനസ്സിലില്ല, പക്ഷേ ഏത് വെക്കേണ്ട പടം എനിക്ക് ഇവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു തെയ്യം കലാകാരനെ കിട്ടി. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടി. അപ്പം ചോദിച്ചു വന്നത് എന്നത്തേക്കാണ് വേണ്ടുന്നത് എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ്. അത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് മാറ്റി വെക്കല്ല, അത് ഇപ്പം നോക്കൂ, നമുക്ക് ഞാൻ സ്വയം ആഗ്രഹിക്കുന്നതും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മൾട്ടി ടാസ്കിങ്. ഞാനൊരു 4-5 പണികൾ ഒരേ സമയം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതെല്ലാം മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പം ഈ 5 ജോലികളിൽ 6ാമത്തെ ജോലിയായി സിനിമയെ കാണുമ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി 5 ജോലികൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് പറ്റില്ല. 6ാമത്തെ ജോലിയായി ഞാൻ അതിനെ അവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ ആ സമയമാകുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകം വന്ന സമയത്ത് ഞാൻ കുറച്ചാൾ മാറി നിന്നു പുസ്തകത്തിന് വേണ്ടിയിട്ട്. ചാനൽ ഇപ്പോൾ നമുക്ക് അബാക് മീഡിയ, നേഷൻ ഫസ്റ്റ് അടക്കമുള്ള നമ്മുടെ ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ സമയം പോകുന്നത്. പക്ഷേ എൻ്റെ പ്രശ്നം ഇതാണ്, പണം എന്തുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല? പണം സേവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതാ ചോദിച്ചത്, പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇതിനെല്ലാം പണം വേണം. പണം വേണം, പണം ഉറപ്പായിട്ടും വേണം. കാരണം ഞാനിപ്പോൾ സിനിമ ചെയ്യണമെങ്കിൽ എപ്പോൾ വേണം? ഉടനെ വേണം, എല്ലാ മാസവും വേണം. നമ്മൾ ഈ പണത്തെക്കുറിച്ച് പണത്തിൽ നിന്നല്ല എന്തിനെ കുറിച്ച് ആഗ്രഹിക്കുമ്പോഴും പ്രസന്റിൽ ആഗ്രഹിക്കാം. ഇപ്പം ഞാൻ പറയാണ് എനിക്ക് 1 കോടി രൂപ വേണം, അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ വിചാരിക്കുന്ന അറിയാം? ഫ്യൂച്ചറാണ്. അല്ലെങ്കിൽ എനിക്ക് 1 രൂപ കിട്ടും, 1 കോടി രൂപ കിട്ടും, അപ്പോഴും വിചാരിക്കും കിട്ടേണ്ടതാ, ഇപ്പം വേണ്ട. എനിക്ക് ഇപ്പം സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയണേ, എനിക്ക് 1 കോടി രൂപ ലഭിച്ചതിന് നന്ദി. ആ ഒരു ഫീലിങ്സ്. അപ്പോൾ അത് പാസ്റ്റ് ആയി പോയില്ലേ, കിട്ടിയതായി പോയില്ലേ? 1 കോടി രൂപ ഓൾറെഡി നമുക്ക് കിട്ടിയല്ലോ നമുക്ക്. ഇല്ല, അത് ക്രിട്ടിക്കൽ മൈൻഡ് ഇടപെടുന്നതാ, ഇല്ലാന്ന് പറഞ്ഞില്ലേ? അപ്പം നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യം, പണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് നമുക്ക് ഓൾറെഡി ഉള്ളതായിട്ട് ഭാവിക്കാൻ പറ്റുമോ? അത് പറ്റും. എങ്ങനെ ഭാവിക്കും? ഇപ്പൊ ഞാനിപ്പോൾ വന്നിരുന്ന് വീഡിയോ കാണുന്നു, എന്നെ കാണുന്ന പല ആളുകളും വിചാരിക്കുന്നത് എനിക്ക് സ്പിരിച്വലി ഭയങ്കര അറിവുള്ള ഒരാളാണ്. ഒന്നുമില്ലാന്ന് എനിക്കല്ലേ അറിയൂ, പിന്നെ ഞാൻ അവരുടെ മുന്നിൽ ഭാവിച്ചു കൊടുക്കണം. അതെ, അവര് വിചാരിക്കുന്ന എല്ലാ കാര്യം താങ്കളുടെ 5 സെൻസ് അത് വിശ്വസിക്കണം. എന്നെ കൊണ്ടത് പറ്റണം. അതിനുള്ള പ്രാക്ടീസിലാണ് നമ്മൾ കൊടുക്കുന്നത്. താങ്കളുടെ അത് പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളിപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന താങ്കൾക്കും താങ്കൾ സംസാരിക്കുന്നത് എനിക്കും മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഇമാജ്, ഇമോഷൻ, ഫീലിങ്സ്. അതിന് മനസ്സിലാകുന്ന രീതിയിൽ ഉള്ളിലേക്ക് കൊടുത്താലല്ലേ ആ ഒരു എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ആകർഷിച്ച് കൊണ്ടുത്തരൂ. മനസ്സിലായില്ലേ? അപ്പോൾ താങ്കളത് ഫീൽ ചെയ്യൂ. താങ്കൾക്ക് ഓൾറെഡി അതുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം, എല്ലാവരും പറയാതെ ബുദ്ധിമുട്ടാണ്, എല്ലാം ബുദ്ധിമുട്ടാണ്. നിത്യ അഭ്യാസി ആന എടുക്കുന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഒരു ശീലം, വിശ്വാസം. അതായത് ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള പണം 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. നമ്മൾ പാർട്ട് ഓഫ് ലൈഫ് ആക്കണത് നമ്മൾ ഓട്ടോമാറ്റിക്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ വിശ്വസിക്കും. എനിക്ക് വേറെ പ്രശ്നമുണ്ട്, എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഞാൻ 30 ലക്ഷം രൂപ പരിപാടി പ്ലാൻ ചെയ്യും. അപ്പോൾ ഈ 10 ലക്ഷം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോൾ ഞാൻ 30 ലക്ഷം രൂപ പരിപാടിയാണ് അപ്പോൾ പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ 10 ലക്ഷം രൂപ നമുക്ക് കിട്ടണ്ടേ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. 10 ലക്ഷം നമ്മൾ അക്കൗണ്ടിൽ വരട്ടെ, എന്നിട്ടല്ലേ നമ്മൾ 30 ലക്ഷത്തിന്റെ പ്ലാൻ ചെയ്യുന്നത്. വന്നു നമ്മൾ വിചാരിച്ചിരിക്കല്ലേ, 10 ലക്ഷമല്ലേ വന്നുള്ളൂ, 30 വന്നില്ലല്ലോ. ഇല്ല, അപ്പൊ 30 വേണമെന്ന് വിചാരിക്കുക. അപ്പൊ സ്വപ്നങ്ങൾ കാണാൻ പറ്റില്ലല്ലോ, ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആവും. ഇല്ല, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒന്ന് വിശ്വസിപ്പിച്ചെടുത്താൽ പാവാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതിനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ, ഒരു തവണയെങ്കിലും അത് നമ്മൾ പറയുന്നത് വിശ്വസിച്ചാൽ, നമ്മൾ വെറുതെ ഇരുന്ന് ഇപ്പൊ കേൾക്കുന്നവരായിരിക്കും എന്നാൽ പിന്നെ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ മതി. അതല്ല, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കണക്റ്റ് ആയിട്ട് വരും. നമ്മളിങ്ങനെ വെറുതെ ആഗ്രഹിച്ച് ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും ഒരു മായമോ മന്ത്രമൊന്നുമില്ല. നമ്മൾ ആക്ഷൻ എടുക്കേണ്ടടുത്ത് എടുക്കണം. നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കിപ്പോൾ ഇന്നൊരു കാര്യം നടക്കണമല്ലോ, പോസിറ്റീവായി ചിന്തിക്കുകയാണ്, ഫീല് ചെയ്യുകയാണ്, ഫീലും വേണം. അപ്പം നമുക്ക് അത് ആഗ്രഹം നടക്കാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും നമ്മളേക്ക് കണക്ട് ആവുന്ന പറയുന്നത്. ബാക്കി നമ്മളൊന്ന് എഫർട്ട് എടുത്ത് ചെയ്യണം. താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മളും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. അപ്പൊ ഈ മണി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ എന്താ ചെയ്യുക? കൗൺസിലിംഗ് ആണോ? കൗൺസിലിംഗ് ആദ്യം കൊടുക്കും. ഇവർക്ക് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഒരാൾ എനിക്ക് ലോട്ടറി അടിക്കണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുറേ ആയിട്ട് ഇയാൾ പരാതി പറയും, എനിക്ക് ലോട്ടറി അടിച്ചില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, താങ്കൾ എത്ര കാലമായി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ ലോട്ടറി ടിക്കറ്റേ എടുത്തിട്ടില്ല.
അറ്റ്ലീസ്റ്റ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാതെയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് ലോട്ടറി അടിക്കുക? അതുപോലെ ഈ ലോട്ടറി എടുക്കാനുള്ള ആക്ഷനെങ്കിൽ നമ്മൾ എടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രാഥമികമായിട്ട് എടുക്കേണ്ട ആക്ഷൻസ് എടുക്കാതെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടെ ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടുക. ഓക്കെ. നമ്മൾ നേരത്തെ ഒരു കൺസൾട്ടിങ്ങിന് വന്ന ആളുടെ കഥ നിർത്തിയപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കയറി ഇടപെട്ടത്. ഇപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ പേരുദോഷം ഇതാണ്, ഒരാളെ മുഴുവനായി സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത്. ഓക്കെ. അപ്പം 30 ലക്ഷം രൂപയുടെ കടമായി വന്ന കുട്ടിക്ക് പിന്നെ എന്താണ് ഉണ്ടായത്? 30 ലക്ഷം കടമായിട്ട് വന്നത് കുട്ടി. ആ കുട്ടി ഇങ്ങനെ കുറേ 4 വർഷമായിട്ട് ഈ കടം വീട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, പല വഴി സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ കൗൺസിലിംഗ് ചെയ്തു. കുട്ടി ഡിപ്രഷനിലായിരുന്നു, അതൊക്കെ മാറ്റിയെടുത്ത് പതുക്കെ. കാരണം ഡിപ്രഷനിലും വിഷമിച്ചും വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ ടെക്നിക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, കൗൺസിലിംഗ് ചെയ്തു. ഇതൊക്കെ പതുക്കെ മനസ്സല്ലേ, പെട്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്ത് പതുക്കെയാണ് ഞാൻ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുത്തത്. ഈ പറയുന്ന ടെക്നിക്ക് അതുപോലെ കറക്റ്റ് ടൈമിലേക്ക് പറ്റി 21 ഡേയ്സ് കംപ്ലീറ്റ് ആയില്ല. 2 ആഴ്ച ആകുമ്പോഴത്തേക്കും എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനൊരു ഡ്രൈവിങ്ങിലായിരുന്നു, വിളിച്ചുകൊണ്ടേയിരിക്കാം, ഡ്രൈവിങ്ങിനോട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് വിളിക്കാത്തതുകൊണ്ട് എനിക്ക് അതും ഓർമ്മ കിട്ടിയില്ല. പിന്നെയും വിളിച്ചു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മാഡം, ഞാൻ എന്തിനാണോ കോഴ്സിന് വന്നത് അതെനിക്ക് സാധിച്ചു. ഞാൻ ചോദിച്ചു എന്താണ്? ഞാൻ പറഞ്ഞില്ല മാഡത്തോടെ എനിക്ക് 30 ലക്ഷം കടം ഉണ്ടായിരുന്നു എന്ന്, അതെനിക്കിപ്പം